എൻ്റെ പേര് അഖിൽ, ഇതെൻ്റെ തന്നെ അനന്തു. ഞങ്ങൾക്കൊരു കെനൽസ് ഉണ്ട്, പേര് കിച്ചൺ കെനൽസ് എന്നാണ്. ഞങ്ങൾ പൊതുവേ ഈ ജർമ്മൻ ഷെപ്പേർഡ്, ഗോൾഡൻ റിട്രീവർ, ലാബ്, ലാസ, പിന്നെ പോമറേനിയൻ, പിന്നെ ഡോർമാൻ ഉണ്ട്. അങ്ങനെ കുറച്ച് വെറൈറ്റീസാണ് ഇവിടെ സെറ്റ് ചെയ്തത്. പിന്നെ അതിൻ്റെ ബ്രീഡിങ്ങും പിന്നെ സ്റ്റഡിങ് പർപ്പസും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ബോർഡിങ്ങും നമ്മൾ ഓൾ കേരള നമ്മൾ ബോർഡിങ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം പപ്പീസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മളുടെ കെനലിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കൊല്ലത്ത് മങ്ങാടാണ്. നമ്മളുടെ മെയിൻ ബ്രീഡ് എന്ന് പറയുന്നത് റിട്രീവറും ജർമ്മനും ലാബും റോട്ടുമാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും നമ്മളുടെ കെനലിലെ ഒരു സ്റ്റാർ ബോയ്സ് ആണ്. ഇവൻ്റെ ഏജ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഇവന് 1.5 ആയിട്ടുണ്ട്. ഇവനെ ഞാൻ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 8 മാസം പ്രായമുള്ളപ്പോൾ ഹൈദരാബാദ് ഒരു ഫേമസ് ബ്രീഡറിൽ നിന്നാണ് ഞാൻ കൊണ്ടുവരുന്നത്. കൊണ്ടുവന്ന് ഒരു 1.5 ആയപ്പോഴേ, അതായത് ഇവൻ്റെ സ്റ്റഡിങ് തുടങ്ങിയിട്ട് ഇപ്പം കുറച്ച് നാളായതേ ഉള്ളൂ. അതിനകത്ത് തന്നെ ഇപ്പം ഒരു ഫീമെയിലിൽ 8 പപ്പി ഇറങ്ങിയിട്ടുണ്ട്. അത് ഫുള്ള് അതിനകത്ത് ഒരു വൈറ്റേ ഇറങ്ങിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഗോൾഡിഷ് ഷെയ്ഡാണ്. കോമ്പാക്റ്റ് ടൈപ്പ് ഫീമെയിലാണ് ചെയ്തത്. എന്നാലും പപ്പീസെല്ലാം വളരെ ക്യൂട്ടാണ്. എല്ലാവരും ഏകദേശം മെയിൽ പപ്പിയെല്ലാം ഏകദേശം ഇവൻ്റെ ഒരു കട്ടിങ്ങിലാണ് വന്നിരിക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഇവൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മൾ ഈ ഗോൾഡൻ റിട്രീവറിനെ വളർത്തുമ്പം കുറച്ച് പ്രത്യേക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. മറ്റ് ബ്രീഡുകളൊക്കെയല്ല, ഇവരെന്ന് വെച്ചാൽ കുറച്ച് ഹെയർ കൂടുതലാണ്. അപ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഡെയിലി ഇവനെ കോമ്പ് ചെയ്യാറുണ്ട്. കോമ്പ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകം വെച്ചാൽ ഇവർക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടും. അത് കാരണം ഡെയിലി രാവിലെ മോർണിംഗ് ഇവനുമായിട്ട് നടക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ ജസ്റ്റ് ഇവനെ ഞാൻ നല്ലപോലെ കോമ്പ് ചെയ്യാറുണ്ട്. കോമ്പ് ചെയ്യുന്നതും ആളിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഒരു 2 ദിവസം കൂടുന്തോറും ഇവനെ കുളിപ്പിക്കും. റിട്രീവറിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. നമുക്ക് മറ്റ് ബ്രീഡുകളെ വളർത്തുന്ന കണക്കല്ല റിട്രീവർ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പിന്നെ വെച്ചാൽ റിട്രീവർ വെറൈറ്റിക്ക് ഒരുപാട് ഹെയർ കിടക്കുന്നതുകൊണ്ട് നമ്മൾ കൂടുതലും ഈ ചെള്ളിൻ്റെ പ്രശ്നവും പിന്നെ ഈ രോമം പിടിക്കുക അങ്ങനത്തുള്ള പ്രോബ്ലങ്ങൾ വരാൻ കൂടുതൽ ചാൻസ് കൂടുതലാണ്. റിട്രീവറിൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരെന്ന് പറയുന്നത് പൊതുവേ ലേഡീസാണ് കൂടുതലും. പിന്നെന്ന് പറഞ്ഞാൽ ഇൻഡോറിൽ നമുക്ക് ഏറ്റവും അധികം വളർത്താൻ പറ്റിയൊരു ബ്രീഡെന്ന് പറയുന്നത് ഗോൾഡൻ റിട്രീവറാണ്. പിന്നെ ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൽ കളിക്കുക എന്നിട്ടുള്ള പരിപാടിയാണ്. ഞാൻ കൂടുതലായിട്ടും സൺഡേ അതെന്നുണ്ടെങ്കിൽ സാറ്റർഡേ ഫ്രീ ആയിട്ടുള്ള ടൈമിൽ ഞാനിവിടെ വീടിനടുത്ത് കായൽ കൊണ്ടുവന്നിട്ട് ഇറക്കാറുണ്ട്. നമ്മൾ ഇവനെ കണ്ടുവരുന്നവരുണ്ട്, സ്റ്റഡ് സർവീസിനായിട്ട് കണ്ടുവരുന്നവരുണ്ട്. അപ്പോഴത്തേക്കും സ്റ്റഡ് സർവീസ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 2500 വിത്ത് പപ്പിയും എന്നുള്ള രീതിയിലാണ് സ്റ്റഡ് സർവീസ് ചെയ്തു വരുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ലോങ്ങിൽ നിന്നും ഫീമെയിൽസിനെ സ്റ്റഡിങ്ങിന് കൊണ്ടുവരുന്നവരുണ്ട്. അവർക്കെല്ലാവർക്കും പൊതുവേ നമ്മൾ ക്യാഷ് മീറ്റിംഗ് ആണ് ചെയ്ത് കൊടുക്കാറുള്ളത്. ഇപ്പം ഇവൻ്റെ പപ്പീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ പപ്പീസിന് ധാരാളം ആവശ്യക്കാർ വരുന്നുണ്ട്. ഇവൻ്റെ പപ്പീസിനെ കൊടുക്കുന്ന രീതി തന്നെ ആവശ്യക്കാർ വരുമ്പോൾ ജസ്റ്റ് ഇവനെ കൊണ്ടുവന്ന് കാണിക്കും. ഇവനെ കാണുമ്പോഴത്തേക്കും തന്നെ ആൾക്കാർ അധികം വരാറുണ്ട്. പിന്നെ മേറ്റ് ചെയ്ത ഫീമെയിലിനെ കൊണ്ടുപോയി കാണിക്കുന്നു, പപ്പി എടുത്ത് കൊടുക്കുന്നു. ഇപ്പം തന്നെ ഓൾറെഡി 2 ഫീമെയിലിനെ ഞാൻ മേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ പപ്പീസിന് ഇപ്പം ഓൾറെഡി ബുക്ക്ഡാണ്. പപ്പീസിനെല്ലാം ആൾക്കാർ ബുക്ക്ഡാണ്. ഇവൻ്റെ പപ്പീസിനെ ഞാൻ കൊടുക്കുന്നത് വെച്ചാൽ ഒരു 30-35 ആ റേറ്റിലാണ് ഞാൻ കൊടുത്തു പോകുന്നത്. ഇവൻ്റെ കൂടുതലും ഫീമെയിൽ പപ്പിയാണ് ആൾക്കാർ വന്ന് കൊണ്ടുപോകാറുള്ളത്. ഇപ്പം നമ്മുടെ ഗോൾഡൻ റിട്രീവറിനെ പരിചയപ്പെട്ടു. അതുകൂടാതെ നമ്മുടെ ഒരു സ്റ്റാർ ബോയാണ് നമ്മുടെ ഈ ജർമ്മൻ ഷെപ്പേർഡ്. ഇതിന് ഏകദേശം 2.5 വയസ്സ് പ്രായമുണ്ട്. ഇതിനെ നമ്മൾ പപ്പി കണ്ടീഷനിലാണ് നമ്മൾ എടുത്തത്. ഇവൻ്റെ പേര് സീസർ എന്നാണ്. ഇത് ഒരു 8-10 സ്റ്റഡെങ്കിലും ചെയ്തിട്ടുണ്ട്. എല്ലാ സ്റ്റഡിലും നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. 8 പപ്പി മുതൽ 10 പപ്പി വരെ നമുക്ക് ഇവൻ്റെ സ്റ്റഡിൽ നിന്ന് കിട്ടാറുണ്ട്. പിന്നെ ഇവൻ്റെ മറ്റേ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ജർമ്മൻ ഷെപ്പേർഡ് തന്നെ പല കോട്ടിങ്ങിൽ വരുന്നുണ്ട്. ഇതിപ്പം നമ്മുടെ കയ്യിലുള്ളത് ഒരു മീഡിയം കോട്ടാണ്. കാരണം മിക്ക ആൾക്കാർ ഇപ്പം പ്രിഫർ ചെയ്തതെന്ന് പറയുന്നത് മീഡിയം കോട്ട് ഒരു ജർമ്മൻ ഷെപ്പേർഡാണ്. കാരണം ലോങ് കോട്ട് അതിനെക്കാട്ടി വളരെ കുറച്ച് മെയിൻ്റെനൻസ് മതിയാകും ഈ മീഡിയം ടൈപ്പ് ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഒരു കാര്യത്തിന്. പിന്നെ നമ്മളിതിനെ കോമ്പൊക്കെ ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ഡോഗിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡോഗാണ്. മറ്റ് ഫാറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ ബോൺ സൈസ് തന്നെ നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡോഗ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റഡി ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നതും വളരെ നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഭയങ്കര ഹെൽത്തി ആൻഡ് ആക്റ്റീവാണ്. ഇത്
നമ്മളിപ്പോൾ ഈ കിടക്കുന്ന ഈ കായൽവാരത്ത് തന്നെ ഇതിനെ ഒരു വീക്കിലി 2 ടൈംസ് എങ്കിലും ഇവിടെ കൊണ്ടുവരാറുണ്ട്. ഇത് സ്വിമ്മിങ്ങിലൊക്കെ ഭയങ്കര പെർഫെക്റ്റായിട്ട് ഉള്ള ഒരു ഡോഗാണ് നമ്മുടെ കൈ കിടക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ ഇതിന് ഡെയിലി ഇതിന് എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി ഈവനിങ് എക്സസൈസിന് വേണ്ടി നമ്മളൊരു ഷെഡ്യൂൾ തന്നെ ഇതിന് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മൾ ഇതിനു വേണ്ടി 1 മണിക്കൂർ നമ്മൾ ഡെയിലി സ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു റിവാർഡിങ് ആയിട്ടുള്ളൊരു ഡോഗാണിത്. ഇവൻ്റെ ഡയറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ രാവിലെ ഇവന് ഡ്രൈ ഫുഡ്സാണ് കൊടുക്കുന്നത്. പിന്നെ ഇവന് 2 നേരമാണ് ആഹാരം ഉള്ളത്. വൈകിട്ട് ഇതിന് റൈസും പിന്നെ ഒന്നെങ്കിൽ ചിക്കൻ കാണും അല്ലെങ്കിൽ ഫിഷ്, ഇതിനകത്ത് ഏതെങ്കിലും ഒന്നായിരിക്കും രാത്രി കൊടുക്കാറുള്ളത്. പിന്നെ ഷെഡിങ് കണ്ടുവരുന്നതുകൊണ്ട് ഇതിന് കുറച്ച് സപ്ലിമെൻറ്റ്സ്, കോട്ടിങ്ങിൻ്റെ സപ്ലിമെൻറ്റ്സ് കൊടുക്കാറുണ്ട്. അപ്പം രാവിലെ പിന്നെ മുട്ട, അത് സ്റ്റഡ് ഡോഗ് ആയതിൻ്റെ പേരിൽ രാവിലെ എല്ലാ ദിവസവും ഒരു നാടൻ മുട്ട, വീട്ടിൽ കോഴികളൊക്കെ ഉണ്ട്, അപ്പോൾ നാടൻ മുട്ട തന്നെ കൊടുക്കാറുണ്ട്. ഇപ്പം പലരും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ജർമ്മൻ ഷെപ്പേർഡ് അതായത് GSD വളർത്തുമ്പം തന്നെ ഇതിൻ്റെ ഹെയർ മുടികൾ പൊഴിയുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരു കാര്യം പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പം ഇത് ശ്രദ്ധിക്കേണ്ട പറയുന്നത്, ഇത് ആദ്യം നമ്മൾ കോമ്പ് ചെയ്യുമ്പോൾ റിവേഴ്സ് കോമ്പിങ് ആണ് ആദ്യം ചെയ്യുന്നത്. ഇത് ചെയ്യുന്നതുകൊണ്ട് ഈ ഡെഡ് ആയിട്ടുള്ള കുറേ ഹെയർസും അതിനൊന്ന് റിമൂവായി പോവും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് അതിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ നല്ലോണം നടക്കുകയും ചെയ്യും. ആദ്യം നമ്മൾ റിവേഴ്സായിട്ട് കോമ്പ് ചെയ്തതിന് ശേഷമേ നമ്മൾ തിരിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് കോമ്പ് ചെയ്യാൻ പാടുള്ളൂ. മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അതിനകത്ത് അതിൻ്റെ എല്ലാം, അതായത് അതിൻ്റെ ലെഗ്സും പിന്നെ അതിൻ്റെ ടെയിൽസും എല്ലാം മാക്സിമം നമ്മൾ കോമ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു വീക്കിൽ ഒരാഴ്ച മിനിമം 2 തവണയെങ്കിലും നമ്മളത് കോമ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ നല്ലോണം ഒരു കോമ്പ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒരു വീക്കിലി ഒരു 7 ദിവസം നമ്മൾ എക്സസൈസ് ചെയ്യിപ്പിക്കുന്ന ഡോഗാണെങ്കിൽ അതിന് 3 ദിവസം എക്സസൈസിൻ്റെ ആവശ്യമുള്ളൂ. കാരണം നമ്മൾ കോമ്പ് ചെയ്യുന്നതുകൊണ്ട് നല്ലോണം ഇതിൻ്റെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അതാണ് ഹെയർ ഗ്രോത്തും കറക്റ്റായിട്ട് വരികയും ചെയ്യും. ഇത് സ്റ്റഡിങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ, നമ്മൾ പുറത്തുനിന്നുള്ള സ്റ്റഡിങ്ങും എടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ തന്നെ ഒരു 3 ഫീമെയിലുണ്ട്. അതിനകത്ത് 2 സ്റ്റഡിങ് നമ്മൾ ഇവനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. സ്റ്റഡിങ്ങിൻ്റെ നമ്മൾ കോസ്റ്റ് പറയുവാണെങ്കിൽ 1500 രൂപയും പപ്പിയുമാണ്. പിന്നെ ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ നമ്മൾ ക്യാഷ് മീറ്റും ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ പപ്പീസിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ, നമ്മൾ ഫീമെയിൽസിൻ്റെ ക്വാളിറ്റിയും കൂടെ നോക്കിയായിരിക്കും പപ്പീസിൻ്റെ വില നിർണ്ണയിക്കുന്നത്. മിനിമം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമ്മുടെ കഴിഞ്ഞ മാസം എങ്ങാണ്ട് ഇതിൻ്റെ പപ്പി ഇറങ്ങിയപ്പോൾ വിറ്റുപോയെന്ന് പറയുന്നത് 20-25 എബോവിലാണ്. നമ്മുടെ ഒരു 8 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, 8 കുഞ്ഞുങ്ങളും വിറ്റുപോയത് 20-25 എബോവ് റേറ്റിലാണ് വിറ്റുപോയത്.